ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഫെഡറൽ മൂല്യങ്ങൾ ഇല്ലായ്മ ചെയ്യാനും സാമ്പത്തിക ഉപരോധത്തിലൂടെ കേരളത്തിന്റെ വികസനത്തിന് തടയിടാനും ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പങ്കെടുക്കുന്ന പ്രതിഷേധ സമരം ഫെബ്രുവരി 8-ന് ഡൽഹി ജന്തർ മന്ദറിൽ നടക്കുകയാണ്. എന്തിനാണ് ഈ പ്രതിഷേധമെന്നാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷമായ കോൺഗ്രസ് ചോദിക്കുന്നത്. ശരിക്കും എന്തിനാണ് കേരളം ഡൽഹിയിൽ പ്രതിഷേധിക്കുന്നത്? തനത് നികുതി വരുമാനത്തിലും ആഭ്യന്തര ഉൽപാദനത്തിലും മികച്ച നേട്ടങ്ങൾ കൈവരിച്ചിട്ടും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുകയാണ്. 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ പ്രകാരം കേരളത്തിന് ആഭ്യന്തര വരുമാനത്തിന്റെ 3% നിബന്ധനകളില്ലാതെയും 0.5% വൈദ്യുത മേഖലയിലെ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിന് വിധേയമായും വായ്പ എടുക്കാവുന്നതാണ്. കിഫ്ബി പോലുള്ള പ്രത്യേക ഉദ്ദേശ സ്ഥാപനങ്ങളുടെ കടം സംസ്ഥാനത്തിന്റെ കടമായി ഉൾപ്പെടുത്തുമെന്ന് കമ്മീഷൻ പറഞ്ഞിട്ടില്ല. എന്നാൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ പ്രത്യേക ഉദ്ദേശ സ്ഥാപനങ്ങൾ സ്വന്തം നിലക്കെടുക്കുന്ന വായ്പകൾ സംസ്ഥാന സർക്കാരിന്റെ പൊതുകടത്തിന്റെ ഭാഗമാണെന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇതുമൂലം കേരളത്തിന് ആകെ വായ്പാ പരിധിയിൽ 6000 കോടിയോളം രൂപയുടെ കുറവ് 2023-24 സാമ്പത്തിക വർഷത്തിലുണ്ടായി. വരുമാനത്തിന്റെ ഒരു നിശ്ചിത വിഹിതം മൂലധന ചെലവിനായി കിഫ്ബി മുഖാന്തരം മാറ്റിവെക്കാനും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കുടിശ്ശിക കൂടാതെ നൽകാൻ KSSPL കമ്പനി വഴി ധനസമാഹരണം നടത്തുവാനും സംസ്ഥാനം നടത്തിയ സതുദ്ദേശപരമായ ശ്രമങ്ങളെ മറയാക്കിയാണ് ഇത്തരമൊരു നീക്കം നടന്നിരിക്കുന്നത്. ദേശീയപാത 66ന്റെ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ 25% തുകയാണ് കേരളത്തോട് ആവശ്യപ്പെട്ടത്. ഇതിനായി കിഫ്ബി വഴി 5854 കോടി രൂപ സമാഹരിച്ചു നൽകി. ഇതും സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് അവകാശത്തിൽ നിന്ന് കുറച്ചു. സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സാണ് കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതവും കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെയുള്ള വിഭവ കൈമാറ്റവും. സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകേണ്ട നികുതി വിഭവങ്ങളുടെ അനുപാതം 14ാം ധനകാര്യ കമ്മീഷനിൽ 42% 15ാം കമ്മീഷന്റെ കാലയളവിൽ 41% കുറഞ്ഞു. അതിനു പുറമെ സെസ്സും സർചാർജും സംസ്ഥാനങ്ങളുമായി വിഭജിക്കേണ്ടതില്ലാത്തതിനാൽ കേന്ദ്ര വരുമാനത്തിന്റെ 1/3 സെസ്സും സർചാർജുമായി മാറ്റി. 2014-15 ഇത് വെറും 10% മാത്രമായിരുന്നത് കഴിഞ്ഞ വർഷം 28.1%. സംസ്ഥാനങ്ങൾക്ക് വിഭജിക്കേണ്ട നികുതി 50% വർദ്ധിപ്പിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടെങ്കിലും പരിഗണിച്ചില്ല. BJP സർക്കാർ വന്ന ശേഷം 2011 ജനസംഖ്യ നികുതി വിഭജനത്തിനുള്ള മാനദണ്ഡമായി നിശ്ചയിച്ചു. ഇതിന് 15% വെയിറ്റേജ് നൽകി. ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കിയ കേരളത്തിന് നികുതി വിഹിതം കുറയുന്നതിന് ഇത് കാരണമായി. 1971 സെൻസസ് അടിസ്ഥാനമാക്കി ജനസംഖ്യാപരമായ നേട്ടങ്ങൾക്കുള്ള വെയിറ്റേജ് 30% സംസ്ഥാനം ആവശ്യപ്പെട്ടതാണ്. GST മൂലമുള്ള നികുതി അവകാശ നഷ്ടം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി GSTയിൽ 14% വാർഷിക നികുതി വളർച്ചാ നിരക്ക് ഉറപ്പാക്കുമെന്ന് കേന്ദ്രം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഈ വളർച്ചാ നിരക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പരിഹാരമായി നിർദ്ദേശിച്ച GST നഷ്ടപരിഹാരം 5 വർഷം കഴിഞ്ഞപ്പോൾ അവസാനിപ്പിക്കുകയും ചെയ്തു. നാമമാത്ര വിഹിതം നൽകി ലൈഫ് പദ്ധതിക്ക് കീഴിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് മേൽ കേന്ദ്ര സർക്കാർ ബ്രാൻഡിംഗ് നിർബന്ധമാക്കാൻ സമ്മർദ്ദം ചെലുത്തുകയാണ് മോദി സർക്കാർ. 2024 ജനുവരി 22 വരെ 3,71,934 വീടുകളാണ് ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചത്. ഇതിൽ 32,751 വീടുകൾക്ക് മാത്രമാണ് PMAY ഗ്രാമീണിന്റെ ഭാഗമായി 72,000 രൂപ സഹായം ലഭിച്ചത്. PMAY അർബന്റെ ഭാഗമായി 8,250 വീടുകൾക്ക് 1,50,000 രൂപ കേന്ദ്രം നൽകി. ഇതിൽ 2 പദ്ധതികളിലെയും ഗുണഭോക്താക്കൾക്ക് ബാക്കി സംഖ്യ കൂട്ടി 4 ലക്ഷം രൂപ തികച്ചു നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. എല്ലാം ചേർത്താലും ആകെ 1,13,010 വീടുകൾക്ക് മാത്രമാണ് നാമമാത്രമായ ഈ കേന്ദ്ര സഹായം ലഭിച്ചത്. ബാക്കി 2,58,924 വീടുകളും പൂർണ്ണമായി സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ചെലവിലാണ് നിർമ്മിച്ചത്. എന്നാൽ ലൈഫ് പദ്ധതിക്ക് കീഴിൽ നിർമ്മിക്കുന്ന ഈ വീടുകളിൽ കേന്ദ്ര പദ്ധതിയുടെ പേര് പ്രദർശിപ്പിക്കണം. അല്ലാത്ത പക്ഷം ചെറിയ വിഹിതം പോലും അനുവദിക്കുകയില്ലെന്നാണ് നിലപാടെടുത്തിരിക്കുന്നത്. ലൈഫിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന വീടുകൾ ഓരോരുത്തരുടെയും സ്വന്തമാണ്. വീട് നിർമ്മിച്ച ശേഷം അത് ഇന്ന തരത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് എഴുതി വെക്കുന്നത് വീട്ടുടമസ്ഥന്റെ ആത്മാഭിമാനത്തെ ആക്രമിക്കുന്നതാണ്. 15ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരമുള്ള 2022-23 നഗര തദ്ദേശ സ്വയംഭരണ ഗ്രാന്റ് ഇനത്തിൽ 51.55 കോടി രൂപയുടെയും ഹെൽത്ത് ഗ്രാന്റ് ഇനത്തിൽ 137.17 കോടി രൂപയും കുടിശ്ശികയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള 660.34 കോടി രൂപ പെർഫോമൻസ് ഗ്രാന്റ് അനുവദിച്ചിട്ടില്ല.
2018-19, 2019-20 വർഷത്തേക്ക് 14-ാം ധനകാര്യ കമ്മീഷൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പെർഫോമൻസ് ഗ്രാന്റായി ശുപാർശ ചെയ്തിരുന്ന 660.34 കോടി രൂപയും കേന്ദ്രം അനുവദിച്ചിട്ടില്ല. 2023-24 വർഷത്തെ സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടിയിലെ കേന്ദ്ര വിഹിതം 54 കോടി രൂപ കേന്ദ്ര ഗ്രാന്റ് ലഭിക്കാനുണ്ട്. അധിക വിഹിതം ഉൾപ്പെടെ പ്രതിവർഷം ശരാശരി 16 ലക്ഷം ടൺ ഭക്ഷ്യധാന്യം അനുവദിച്ചിരുന്നത് ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കിയതിനു ശേഷം 14.25 ടണ്ണാക്കി കുറച്ചു. 15-ാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ആകെ പൊതുചെലവിന്റെ 62.4% വഹിക്കുന്നത് സംസ്ഥാനങ്ങളാണ്. വെറും 37.6% മാത്രം വഹിക്കുന്ന കേന്ദ്രം രാജ്യത്തിന്റെ ആകെ വരുമാനത്തിന്റെ 62.2% കൈയടക്കി വെച്ചിരിക്കുന്നു. കോളേജ് അധ്യാപകർക്ക് UGC നിരക്കിൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട 750 കോടി രൂപയുടെ ഗ്രാന്റ് ലഭിച്ചിട്ടില്ല. നെല്ല് സംഭരണത്തിനുള്ള 792 കോടി രൂപയും ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കിയതിന്റെ ഭാഗമായി ലഭിക്കാനുള്ള 61 കോടി രൂപയും ഇതുവരെ ലഭിച്ചിട്ടില്ല. 5 വർഷത്തെ ആസൂത്രണത്തോടെയാണ് സംസ്ഥാനങ്ങൾ ഫിസ്ക്കൽ പോളിസി ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് വെട്ടിക്കുറയ്ക്കൽ ഉണ്ടാകുന്നത് ധനഞെരുക്കമുണ്ടാക്കും. കേരളത്തിൽ സംഭവിച്ചത് ഇതാണ്. അതോടൊപ്പം തന്നെ മതനിരപേക്ഷത, ജനാധിപത്യം, നമ്മുടെ സംസ്കാരത്തിൽ അന്തർലീനമായ ബഹുസ്വരത എന്നിവയെല്ലാം മോദി ഭരണത്തിന് കീഴിൽ കനത്ത വെല്ലുവിളി നേരിടുകയാണ്. ഈ ദുർനയങ്ങൾക്കെല്ലാമെതിരെ കേരളം പ്രതിഷേധിക്കുമ്പോൾ സംസ്ഥാനത്തെ പ്രതിപക്ഷമാകട്ടെ ജനവിരുദ്ധ പക്ഷത്തു നിന്ന് സർക്കാരിനെ കടന്നാക്രമിക്കുന്നു.